പലരും എന്നോട് ചോദിച്ചായിരുന്നു ഗുജറാത്തിൽ ടീച്ചറായി കിട്ടിയ ശേഷം എന്താണ് ഒരു വിശേഷം ഇപ്പോൾ യൂട്യൂബിൽ കാണുന്നില്ലല്ലോ എന്നുള്ളത്. അതിനുള്ളൊരു ഉത്തരം വേറെ ഒന്നുമല്ല കേട്ടോ. അതായത് നമ്മളൊരു പുതിയ പ്രൊഫഷനിലേക്ക് കിടക്കുമ്പോൾ അതിൻ്റെതായ തിരക്കുകളൊക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ അല്ലേ. എന്തായാലും ഞാനിപ്പോൾ നമ്മുടെ സ്കൂൾ ജീവിതത്തിൽ അതായത് ടീച്ചറായി മാറിയിട്ട് 1 മാസം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. വീഡിയോസ് ഒക്കെ 1 മാസം മുന്നേ ഞാൻ എടുത്തു വെക്കാറുണ്ടെങ്കിലും അതൊന്നും എഡിറ്റ് ചെയ്യാനുള്ള ഒരു സമയം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും 1 മാസം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ അടുത്ത് കുറച്ച് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാതിരുന്നാൽ എങ്ങനെയാ ശരിയാവുക അല്ലേ. അപ്പൊ ഞാനിവിടെ 6th 7th and 8th മാത്സ് ആണ് കേട്ടോ പഠിപ്പിക്കുന്നത്. പിന്നെ വേറെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പിടിച്ച് 6th A ക്ലാസ് ടീച്ചർ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഗുജറാത്തിലൊക്കെ മാർച്ചിലും മെയിലും ആണ് കേട്ടോ വെക്കേഷൻ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ മാർച്ചിലെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് കുട്ടികൾ ജോയിൻ ചെയ്യുന്ന ഒരു സമയമായിരുന്നു കേട്ടോ ഇത്. അപ്പം കുട്ടികൾ തലേ ദിവസം ജോയിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മളോട് നമ്മുടെ സ്കൂൾ മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ക്ലാസ് ടീച്ചർ ആയിട്ടുള്ള ക്ലാസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അത് ചാർട്ട് പേപ്പറൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളതൊക്കെയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം അതായത് എനിക്ക് സ്കൂൾ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 7:30 to 2:30 ആണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഞാൻ വാമിക്കുട്ടീനെയും മേട്ടനെയും അമ്മേനെയും ഒക്കെ കൂട്ടിയിട്ട് നേരെ വിട്ടത് വാമിക്കുട്ടിക്കുള്ള ബാഗും യൂണിഫോമും ഷൂവും ബുക്സും ഒക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം വേറൊന്നുമല്ല, നമ്മുടെ വാമിക്കുട്ടിയും എൻ്റെ കൂടെ തന്നെ ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ള സെയിം സ്കൂളിൽ തന്നെ നഴ്സറിയിൽ ജോയിൻ ചെയ്യുകയാണ് കേട്ടോ. ശരിക്കും വാമിക്കുട്ടിയുടെ കൂടെ തന്നെ എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നത് ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ കണക്കാക്കുന്നത്. പക്ഷേ എന്നാലും വാമിക്കുട്ടി ആദ്യമായിട്ട് സ്കൂളിൽ പോകണോണ്ട് അതിൻ്റെതായ ഒരു ടെൻഷൻ എനിക്കും ഉണ്ടായിരുന്നേ. ആൾക്ക് ഒന്നാമത് മലയാളം മാത്രമേ അറിയുള്ളൂ. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ ആളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നൊക്കെ ആലോചിച്ച് എനിക്ക് ഒരു പിടി ഉണ്ടായിരുന്നില്ല. കാരണം വാഷ്റൂമിൽ പോകണമെങ്കിലോ ഭക്ഷണം കഴിക്കണമെങ്കിലോ എന്തെങ്കിലും ടീച്ചറോട് പറയണമെങ്കിലോ ഒക്കെ അവൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ കുട്ടികൾ എപ്പോഴും ഒരു ഫാസ്റ്റ് ലേണേഴ്സ് ആയിരിക്കുമല്ലേ. ഇപ്പോൾ വാമിക്കുട്ടിക്കാണെങ്കിൽ സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ 1 മാസമായില്ലേ ആൾ പോയി തുടങ്ങിയിട്ട് ആൾ ഫുൾ ഹാപ്പിയാണ്.